ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മലബാർ ഇഫ്താർ ഡിഷായ ചെമ്മീൻ ലെയർ പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 4 ലെയറായിട്ടാണ് പത്തിരി തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് 1.5 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളമൊഴിച്ച് 6 മണിക്കൂർ കുതിർത്തെടുത്ത അരിയാണ്. ഇനി ഈ അരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ, 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരിക്കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അരിയുടെ പകുതി ഭാഗം മിക്സിയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല വീതിയുള്ള പാത്രത്തിൽ തന്നെ ഒഴിക്കണം മാവ്, എന്നാലേ നമുക്ക് നന്നായി കുഴച്ച് മാവ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. പത്തിരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഇത് നന്നായി കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ മാവ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന പാകത്തിന് വേണം മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് പുരട്ടി വെച്ചതാണ്. ഇനി ഈ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ചെമ്മീൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി സെയിം എണ്ണയിൽ തന്നെ നമുക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് മിക്സായി അരച്ചത് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് പേസ്റ്റ് ആയിട്ട് തന്നെ ചേർക്കണം എന്നില്ല, അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണ്, ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഉടഞ്ഞു കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം.
ഇപ്പൊ നമ്മുടെ പത്തിരിക്കുള്ള ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് വാഴയിലയോ ഇതുപോലെയുള്ള അലുമിനിയം ഫോയിലോ വിരിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഫോയിൽ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവിൽ നിന്ന് വലിയ ഉരുളകൾ എടുത്ത് ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കാം. കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് വേണം പ്രസ് ചെയ്ത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. റൗണ്ട് ഷേപ്പ് ആയിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പരത്തിയെടുത്ത മാവ് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ വാഴയിലയിലോ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. പാത്രമാണെങ്കിൽ പാത്രത്തിൽ ആദ്യം എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് മുകളിലേക്കായി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ചു കൊടുക്കാം. മസാല വെച്ചിട്ടുണ്ട്. സൈഡ് അല്പം വിട്ടിട്ട് വേണം മസാല വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വേണ്ട പത്തിരി ഒന്നും കൂടി പരത്തിയെടുക്കാം. ഞാനിവിടെ 4 ലെയറായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. 4 മുതൽ 5 വരെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പത്തിരി ഇതിന്റെ മുകളിലേക്കായി ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇതിന്റെ സൈഡ് നന്നായി പ്രസ് ചെയ്ത് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഇതിന് മുകളിൽ മസാല വെച്ചു കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം വീണ്ടും പത്തിരി പരത്തിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ലെയർ പത്തിരി തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ 4 ലെയറായിട്ടാണ് പത്തിരി തയ്യാറാക്കിയെടുത്തത്. ഇനി ഇതിന്റെ സൈഡ് നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പത്തിരി സ്റ്റീമറിലേക്ക് മാറ്റാം. സ്റ്റീമറിൽ സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പത്തിരി ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് 30 മുതൽ 40 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കണം. 4 ലെയർ ആയതിനാൽ ചിലപ്പോൾ ടൈം എടുക്കും കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 40 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കും. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ ലെയർ പത്തിരി തയ്യാറായിട്ടുണ്ട്.